എന്റെ പൂമ്പാറ്റ പ്ലാന്റിന്റെ കെയറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനോഹരമായ തണ്ടുകളും ഈ ഇലകളും ഒക്കെ ഉണ്ടല്ലോ, ഇവര് കിളുത്ത് വന്നേക്കുന്നത് അവരുടെ കുഞ്ഞു കിഴങ്ങിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാലേ മഞ്ഞൾ പോലെയുള്ള ഒരു കിഴങ്ങുണ്ട് ഇതിനകത്ത്. ഈ തണ്ടും ഈ മനോഹരമായ ഇലകളും വളർന്നു വരുന്നത് ആ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ കിഴങ്ങുകളിൽ നിന്നാണ്. ആ കിഴങ്ങ് ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് മനോഹരമായ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവരുടെ സോയിൽ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നല്ല ബ്രീത്തബിൾ സോയിലായിരിക്കണം. പോട്ടിനകത്ത് ആണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പോട്ടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. പോട്ടിനകത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ ഇവരുടെ കിഴങ്ങുകൾ ചീഞ്ഞു പോവുകയും നമ്മുടെ സൂപ്പർ ചെടി ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ ചെടിയുടെ സൈസ് അനുസരിച്ച് വേണം പോട്ട് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഈ കിഴങ്ങ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരൊറ്റ കിഴങ്ങിൽ നിന്നാണ് ഇത്രയും ലീഫ് വന്നേക്കുന്നത്. ഇവരെ നമുക്ക് ഒരു സൂപ്പർ ഒരു ചെടിയായിട്ട് ഇത് നമ്മൾ നട്ടുകൊടുത്താൽ നിറഞ്ഞു വരും. ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഇപ്പൊ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവര് 3 പേരും നന്നായിട്ട് നനഞ്ഞ് ഡ്രെയിനായി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലെ ഇവരെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഷോപ്പീസ് പോലെയുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാറുണ്ട്. നമുക്ക് മാറ്റിക്കൊടുക്കാം. ഓക്കെ, ഇനി ഇവരുടെ 3 പേരുടെയും പൂമ്പാറ്റ പെറ്റൽസ് നിറഞ്ഞു വരുമ്പോ കാണിച്ചു തരാം കേട്ടോ.